നിക്കാഹ് അഥവാ കല്യാണം നടക്കുന്നതിന് മുമ്പ് വളരെ സുപ്രധാനമായും നാം ചെയ്യാനിരിക്കുന്ന ഒരുപാട് പ്രതിഫലമുള്ള ചില വിഷയങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാന്മാരും അയിമത്തും നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ വളരെ സുപ്രധാനമായ ഒന്നാണ് നിക്കാഹിന് മുമ്പ് ചെറിയ രൂപത്തിൽ ഒരു ഖുതുബ ഓതുക എന്നുള്ളത്. അത് സുന്നത്താണ്. ഇമാം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അവിടുത്തെ ഫത്തുൽ മുഈനിലും ഇമാം നവവി തങ്ങൾ അവിടുത്തെ അദ്കാറിലൊക്കെ രേഖപ്പെടുത്തിയത് കാണാം. യുസ്തഹബ്ബു അൻ യഖ്തുബ ബൈന യദയൽ അഖ്ദു ഖുതുബതൻ യസീറ. നിക്കാഹിന് മുമ്പ് ചെറിയ രൂപത്തിൽ ഒരു ഖുതുബ നടത്തൽ സുന്നത്താണ് എന്ന് മാത്രമല്ല, വയുസ്തഹബ്ബു അൻ യഖൂല ഖബല അൽ അഖ്ദി ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ഔ തസ്രീഹിൻ ബി ഇഹ്സാൻ. കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ഔ തസ്രീഹിൻ ബി ഇഹ്സാൻ, അഥവാ ഈ ഒരു പെണ്ണിനെ നിങ്ങൾക്ക് ഞാൻ കല്യാണം കഴിപ്പിച്ചു തന്നത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ടാണ്. കഴിയുമെങ്കിൽ നല്ല രൂപത്തിൽ ഈ പെണ്ണിനെ നോക്കാം, കഴിയുന്നില്ലെങ്കിൽ, നോക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നല്ല രൂപത്തിൽ ഈ പെണ്ണുമായി വിട്ടുപിരിയാമെന്ന അർത്ഥം വരുന്ന ആ ഒരു ദിക്ർ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് കല്യാണ വേദിയിൽ നിക്കാഹിന്റെ സദസ്സിൽ പറയൽ സുന്നത്താണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. നിക്കാഹിന്റെ അവസരങ്ങളിൽ ഇത് ഫോളോ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ.